കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വ്യാജ 498 കേസ്, വ്യാജ DV കേസ്, വ്യാജ ഗോൾഡ് ഡിസ്പ്യൂട്ട് കേസ് തുടങ്ങിയവയാണ്. സോ ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായും കാണാവുന്നതാണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പെഷ്യൽ മാരേജ് ആക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വീഡിയോ ആണ്. അതായത് കേരളത്തിലെ ഒരു പ്രശസ്തമായ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടീനെ മറ്റൊരു സമുദായം, അതായത് ഹിന്ദു ഈഴവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി പ്രണയിക്കുകയും ആ പ്രണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുന്നു, കല്യാണം കഴിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മൂമ്മ ഈ പെൺകുട്ടിയെ കാണുവാനില്ല എന്നും ഈ പെൺകുട്ടീനെ ഈ ഒരു വ്യക്തി തട്ടിക്കൊണ്ടുപോയി എന്നും അതുകൊണ്ട് അവളെ തിരിച്ച് ഹാജരാക്കുവാനായിട്ട് ഹേബിയസ് കോർപ്പസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഫയൽ ചെയ്തപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തു, ഞങ്ങൾ രണ്ടാളും വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും പരസ്പരം കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നും കൂടാതെ ഹിന്ദു ഈഴവ സമുദായത്തിലെ SNDPയിലെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഈ വ്യക്തി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇത് ഹാജരാക്കിയപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SNDPയുടെ ഈ ഒരു മാരേജ് സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടാവുകയില്ല. കാരണം എന്താണ്, രണ്ടാളും രണ്ട് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇവർ പങ്കാളികളിൽ ഒരാൾ മരിക്കുകയോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഭാവിയിൽ ഉണ്ടാകുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ വാലിഡ് അല്ലാത്ത ഒരു സംഗതിയാണ്. ഈ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടാൾക്കാരും എന്ത് ചെയ്യണം, വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം രണ്ടാമത് രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റായി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ചെയ്യുക, അല്ലെങ്കിൽ ഭാവിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.